മോഡേൺ ഫിസിക്സിൻ്റെ ഫസ്റ്റ് മോഡ്യൂളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാനുള്ളത് ആറ്റത്തിൻ്റെ മോഡൽസ്, ഡിഫറെൻറ്റ് ആറ്റം മോഡൽസ്, അത് കഴിഞ്ഞിട്ട് ന്യൂക്ലിയസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. ഇത്രയാണ് നമുക്കിതിൽ പഠിക്കാനായിട്ടുള്ളത് ഈ മോഡ്യൂളിൽ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആദ്യം ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആറ്റം മോഡൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പല പല മോഡൽസ് ഉണ്ട്, റുദർഫോർഡ് മോഡൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്ലം പുഡിംഗ് മോഡൽ, റുദർഫോർഡ് മോഡൽ, അതിൻ്റെ തന്നെയും ഡ്രോബാക്സ് മോഡിഫൈ ചെയ്തുകൊണ്ട് വന്ന മോഡലാണ് ബോർ ആറ്റം മോഡൽ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ബോർ ആറ്റം മോഡലിൽ വന്നിട്ട് മെയിനായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സ്റ്റേഷനറി ഓർബിറ്റ്സ്. സ്റ്റേഷനറി ഓർബിറ്റ്സിലാണ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത്. അതായത് അതെങ്ങനെയായിരിക്കും ആ സ്റ്റേഷനറി ഓർബിറ്റ്സ് ഏതൊക്കെ ആയിരിക്കും കിട്ടുക? ഏത് ഓർബിറ്റിലാണോ ഇലക്ട്രോണിൻ്റെ ആങ്കുലാർ മൊമെൻറ്റം NH/2π ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ H ബാറിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്, ആ ഓർബിറ്റുകളാണ് പെർമിറ്റഡ് ആയിട്ടുള്ളത്. അവയെയാണ് സ്റ്റേഷനറി ഓർബിറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റേഷനറി ഓർബിറ്റിലാണ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നതെങ്കിൽ ആ ഇലക്ട്രോൺ എനർജി എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഇതെപ്പോഴാണ് എനർജി എമിറ്റ് ചെയ്യുകയും അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നത്? ഒരു ഓർബിറ്റിൽ നിന്നും മറ്റൊരു ഓർബിറ്റിലേക്ക് പോകുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബോർ ആറ്റം മോഡലിൽ പഠിക്കാം. ഉദാഹരണത്തിന്, അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഇപ്പോൾ ബോർ ആറ്റം മോഡൽ അനുസരിച്ചിട്ട് ഇലക്ട്രോണിൻ്റെ എനർജി എന്തായിരിക്കും, അതിൻ്റെ റേഡിയസ് എന്തായിരിക്കും. അപ്പോൾ നമ്മൾ എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് നെഗറ്റീവായിട്ട് കാണുന്നു. അപ്പോൾ എന്തായിരിക്കും ഈ നെഗറ്റീവ് എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ബോർ ആറ്റം മോഡലിനെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ബോർ തിയറി ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മോഡൽ, ബോർ ആറ്റം മോഡൽ ഇതാണ് പറയുന്നത്. ഒരു പോസിറ്റീവ് സെൻറ്ററുണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു ഇൻ സ്റ്റേഷനറി ഓർബിറ്റ്സ്. അപ്പോൾ റിവോൾവ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് സർക്കുലർ മോഷൻ അണ്ടർഗോ ചെയ്യുന്നു. സർക്കുലർ മോഷൻ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഈ ഇലക്ട്രോണും ഈ പോസിറ്റീവ് ചാർജും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ പണ്ട് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരു സ്റ്റോണിനെ ഒരു നൂല് കെട്ടി ഇങ്ങനെ സർക്കുലറായിട്ട് ഇങ്ങനെ കറക്കുന്നതായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫോഴ്സ് എങ്ങനെയായിരിക്കും? അപ്പോൾ അവിടെയാണ് നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആദ്യമായിട്ട് പഠിക്കുന്നത്. അതിൻ്റെ ഡയറക്ഷനും നമ്മൾ പഠിക്കും ഈ ഡയറക്ഷനിലായിരിക്കണം, അല്ലേ? ആ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ഇതെന്ത് ചെയ്യുന്നത്? സർക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നത്, അല്ലേ? അതുപോലെ ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ടാൻജൻഷ്യൽ ആയിരിക്കും. അങ്ങനത്തെ ആക്സിലറേഷൻ ഈസ് ടുവേർഡ്സ് ദ ഫോഴ്സ്, സെൻട്രിപെറ്റൽ ഫോഴ്സ്. ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും, സെൻറ്ററിലേക്കായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് സർക്കുലർ മോഷൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിൻ്റെ കേസിൽ നമുക്ക് അതൊക്കെ ഉപയോഗിക്കാം. കാരണം ഇലക്ട്രോൺ എന്ത് ചെയ്യുകയാണ്? ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലർ പാത്തിൽ റിവോൾവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അറിയാം എന്ത് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. അപ്പോൾ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആര് കൊടുക്കുന്നു? ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് വായിക്കാം. Electrostatic force exerted by the nucleus on the electron supplies the centripetal force for the electron to make the circular motion. ഓക്കെ, സർക്കുലർ മോഷനിൽ ഇലക്ട്രോണിന് കറങ്ങാൻ ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ദ ഇലക്ട്രോൺ ആൻഡ് ദ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം. Since the nucleus is very heavy compared to electron, it is reasonable to assume that the nucleus is at rest. അപ്പോൾ നമുക്കറിയാം ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും ഉണ്ടല്ലേ. അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ന്യൂക്ലിയസിനകത്ത് ദർ ഇസ് എ പ്രോട്ടോൺ. അപ്പോൾ അതുവഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ്, പ്രോട്ടോണിൻ്റെ മാസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ മാസിനേക്കാളും വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ പ്രത്യേകത എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ഫോഴ്സാണ്, അല്ലേ? ഈ പ്രോട്ടോൺ ഇലക്ട്രോണിനെ അതിന് നേരെ വലിക്കും, ഇലക്ട്രോൺ പ്രോട്ടോണിനെയും അങ്ങോട്ട് വലിക്കും.
അപ്പോൾ ഈ പ്രോട്ടോൺ എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ സംബന്ധിച്ച് വളരെ ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ആയതുകൊണ്ട് എന്ത് ചെയ്യും, പ്രോട്ടോണിനെ വലിച്ച് അതിനടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ പ്രോട്ടോൺ എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോണിനെ മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇൻ ഇഫക്റ്റ് എങ്ങനെയായിരിക്കും, ന്യൂക്ലിയസ് വിൽ ബി അറ്റ് റെസ്റ്റ്. കാരണം എന്താണ്, ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിനേക്കാളും വളരെ ഹെവിയർ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുന്നതെങ്കിലും ന്യൂക്ലിയസ് ഹെവിയും ഇലക്ട്രോൺ ലൈറ്റർ പാർട്ടിക്കിളും ആയതുകൊണ്ട് ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യുന്നത്. ന്യൂക്ലിയസിനെ നമുക്ക് എങ്ങനെ തന്നെ വിചാരിക്കാം, ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ടു ബി അറ്റ് റെസ്റ്റ്. അപ്പോൾ നമുക്ക് എഴുതാം, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അല്ലേ. സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ്. അപ്പോൾ നമുക്ക് എഴുതാം, സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം mv²/r. അപ്പോൾ mv²/r ആരുടെയാണ്, ഇലക്ട്രോണിൽ കിട്ടുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സാണ് അല്ലേ. ഇലക്ട്രോൺ ആണ് കറങ്ങുന്നത്. അപ്പോൾ മാസ് ആരുടേതായിരിക്കും, ഇലക്ട്രോണിൻ്റെ ആയിരിക്കും. വെലോസിറ്റിയോ ഇലക്ട്രോണിൻ്റെ ആയിരിക്കും. ആർ എന്ന് പറയുന്നതോ ആ ഓർബിറ്റിൻ്റെ റേഡിയസ് ആയിരിക്കും. ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് 1/4πε0 e²/r². എന്താ ജനറൽ ഫോർമുല, 1/4πε0 Q1 Q2/r² ആണ്. ഇവിടെ നമ്മൾ ഹൈഡ്രജൻ ആറ്റമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ Q1 എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ ചാർജ് ആണെങ്കിൽ പ്ലസ് ഇയും, Q2 ഇലക്ട്രോണിൻ്റെ ചാർജ് ആണെങ്കിൽ മൈനസ് ഇയും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അതപ്പോൾ ഈ സൈൻ്റെ നോക്കണ്ട, എന്ത് തന്നെ വരും, 1/4πε0 e²/r² ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പം നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ദാണ്ട് ഇവിടെ ഒരു r ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഈ ആറിനെ മുകളിലേക്ക് കൊണ്ടുപോകാം. mv²r = 1/4πε0 e² എന്ന് കിട്ടും. നേരത്തെ തന്നെ നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട്, പെർമിറ്റഡ് ഓർബിറ്റിൻ്റെ ഇക്വേഷൻ mvr = nh/2π, വേർ n ഈസ് ആൻ ഇൻറ്റീജർ അല്ലേ. അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നൊക്കെ വിളിക്കുന്നത്. അതായത് ആ ഓർബിറ്റ് ഏത് ഓർബിറ്റാണെന്നുള്ളത്, ഫസ്റ്റ് ഓർബിറ്റാണോ, സെക്കൻഡ് ഓർബിറ്റാണോ, തേർഡ് ഓർബിറ്റാണോ, അതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് തന്നെ നമുക്ക് എന്ത് കിട്ടും, വെലോസിറ്റി ഈസ് ഈക്വൽ ടു 1/4πε0 e²/2π/nh. എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ 1/2 ചെയ്യുക. അപ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ കിട്ടും. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഓർബിറ്റിംഗ് അറൗണ്ട് ന്യൂക്ലിയസ് അല്ലേ. ഹൈഡ്രജൻ ആറ്റം ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഈ വെലോസിറ്റിയെ തന്നെ മറ്റൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, കുറച്ച് ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുകയല്ല, മറ്റൊരു രീതിയിൽ ഇതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്നത് മുകളിലും താഴെയും ഒരു c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ c എന്ന് വെച്ചാൽ എന്താണ്, ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ്, അത് ഓർമ്മ വേണം. ലൈറ്റിൻ്റെ വെലോസിറ്റി കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നോക്കാം ഇക്വേഷന് വന്ന മാറ്റം ഒന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഈ 2π/nh 1/nh/2π എന്ന് എഴുതി. ഓക്കെ, മറ്റൊരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഇക്വേഷൻ വ്യത്യാസമൊന്നുമില്ല, ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, മുകളിലും താഴെയും ഒരു c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്ന ഇത്രയും ടേംസിനെ, ഈ ടേംസ് ഉണ്ടല്ലോ, ഈ ടേംസിനെ ഈ n കളയുക, ബാക്കി ടേംസിനെയൊക്കെ നമ്മൾ വിളിക്കും ആൽഫ. ഓക്കെ, എന്തൊക്കെ മാറ്റണം, മുകളിൽ ഒരു c മാറ്റണം, താഴെ ഒരു n മാറ്റണം. c/n ബാക്കി കിട്ടുന്ന അത്രയും എന്താണ്, ആൽഫയാണ്. അപ്പോൾ ആൽഫ എന്തൊക്കെ വരും, 1/4πε0 e²/hc/2π. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ ഇട്ട് നോക്കിയാൽ, അതായത് ഇയുടെ ഡയമെൻഷൻ ഇട്ട് നോക്കണം, എച്ചിൻ്റെ ഇട്ട് നോക്കണം, സിയുടെ ഇട്ട് നോക്കണം. അപ്പോൾ ഇതൊക്കെ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ആൽഫ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ്. ഡയമെൻഷൻ ഒന്നും ഇല്ല, ഇറ്റ് ഈസ് ജസ്റ്റ് എ നമ്പർ, ഒരു നമ്പർ മാത്രം കിട്ടും. അപ്പോൾ ഇതിനെ വിളിക്കും ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻറ്റ്. ഇതൊരു കോൺസ്റ്റൻ്റ് ആണെന്നുള്ള സംശയമൊന്നുമില്ലല്ലോ. ഈസ് എ കോൺസ്റ്റൻറ്റ്, എച്ച് കോൺസ്റ്റൻ്റ് ആണ്, സി കോൺസ്റ്റൻ്റ് ആണ്. സോ ദിസ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിനെ വിളിക്കും ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇക്വേഷൻ നോക്കിയാൽ വെലോസിറ്റി, ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ദ വെലോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റ്. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് വിളിച്ചത്. ആ നമ്പറിനെ മാത്രമാണ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കായിരിക്കും വെലോസിറ്റി കൂടിയത്, n കൂടുമ്പോൾ വെലോസിറ്റി കുറയും അല്ലേ. n
കൂടുമ്പോൾ ഇൻവേഴ്സ് റിലേഷനാണ് v പ്രപ്പോർഷണൽ ടു 1/n എന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. മനസ്സിലായി കാണുമല്ലോ അല്ലേ? ആൽഫ കോൺസ്റ്റൻറ്റ്, c കോൺസ്റ്റൻറ്റ്, ഒൺലി വേരിയബിൾ ഈസ് n. അപ്പോൾ വെലോസിറ്റി n പ്രപ്പോർഷണലായിട്ട് വന്നു. അപ്പോൾ അതായത് n കൂടുമ്പോൾ എന്ന് വെച്ചാൽ എന്താണ്, ഔട്ടർ ഓർബിറ്റ്സിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ഇതിൻ്റെ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൽഫയുടെ വാല്യൂ 1/137 എന്നായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? v = c/n × ആൽഫ. ഫസ്റ്റ് ഓർബിറ്റ് കെ ഷെൽ എന്നൊക്കെ പറയുമല്ലോ, ഫസ്റ്റ് ഓർബിറ്റ്, അവിടെ എന്താ കിട്ടുക? n-ന് 1 ഇട്ട് കൊടുത്താൽ വെലോസിറ്റി ഈ c ആൽഫ, ആൽഫയുടെ വാല്യൂ 1/137 ആണ്. സോ വി വിൽ ഗെറ്റ് c/137. അതിൻ്റെ മീനിങ് എന്താ? ഇലക്ട്രോൺ ഇൻ ദ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഹാസ് 1/137 ടൈംസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലെ ഫസ്റ്റ് ഓർബിറ്റ് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വെലോസിറ്റിയുടെ 1/137 ടൈംസ് ആണ്. ഓക്കെ, അത്രയും കുറവാണ്. ലൈറ്റിൻ്റെ വെലോസിറ്റി 1/137 ടൈംസ് മാത്രമാണ് ഫസ്റ്റ് ഓർബിറ്റ് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി പറഞ്ഞു. അപ്പോൾ വെറും ഇലക്ട്രോൺ അല്ല, ഒരു ആറ്റത്തിനകത്ത് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി നമുക്ക് കിട്ടി, c/n ആൽഫ എന്ന് കിട്ടി. അടുത്ത വേണ്ടത് ആ ഓർബിറ്റുകളുടെ റേഡിയസ് ആണ്. ഓക്കെ, റേഡിയസ് ഓഫ് പെർമിറ്റഡ് ഓർബിറ്റ്സ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഇക്വേഷൻ അങ്ങോട്ട് എഴുതാം. ദ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഈസ് an integral multiple of h/2π. h/2π തന്നെയാണ് നമ്മൾ h ബാർ എന്ന് വിളിക്കാം. ഓക്കെ, h ബാർ അല്ലെങ്കിൽ h കട്ട് എന്നൊക്കെ വിളിക്കാം. ഇറ്റ് ഈസ് h/2π. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും ആംഗുലാർ മൊമെൻറ്റം അല്ലേ? അപ്പോൾ ആ രീതിയിൽ നമ്മൾ എഴുതി. അങ്ങനെയാണെങ്കിൽ ആറിനെ എനിക്ക് എങ്ങനെ എഴുതാം? ആർ ക്യാൻ ബി റിട്ടൺ ആസ് n × h/2π/mv. വെലോസിറ്റിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. വി വിൽ ഗെറ്റ് r = n²/mh/2π c ആൽഫ. അപ്പോൾ ഇവിടെ നിർത്തരുത്. ഇനി എന്ത് ചെയ്യുക? എമ്മിന് വാല്യൂ കൊടുക്കുക. ആരാണ്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്? 9.1 × 10⁻³ കിലോഗ്രാം ആണ്. ഹെച്ചിൻ്റെ വാല്യൂ കൊടുക്കുക 6.63 × 10⁻34. ആ വാല്യൂ നോക്കിയാൽ മതി. എച്ചിൻ്റെ വാല്യൂ കൊടുക്കുക, സിയുടെ വാല്യൂ കൊടുക്കുക, ആൽഫ 1/137. അതിൻ്റെയൊക്കെ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് റേഡിയസ് കിട്ടും 5.29 × 10⁻11 n². ഓക്കെ, വി വിൽ ഗെറ്റ് ദിസ് ഇൻ മീറ്ററിലാണ്. അതിനെ ആംസ്ട്രോങ്ങിലാക്കുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ്. ആംസ്ട്രോങ് എങ്ങനെയാണ് കൺവേർഷൻ? 10⁻10 മീറ്റർ ആണ് 1 ആംസ്ട്രോങ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ കൺവേർട്ട് ചെയ്യാം? 0.529 n² ആംസ്ട്രോങ് ആണ് എന്ത് കിട്ടുക? റേഡിയസ് ഓഫ് nth ഓർബിറ്റ് അല്ലേ? nth ഓർബിറ്റ് ഇത് കാണിക്കുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്, എത്രാമത്തെ ഓർബിറ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം n² പ്രപ്പോർഷണലായിട്ടാണ് റേഡിയസ് മാറുന്നത്. അതായത് n കൂടുമ്പോൾ എന്ത് ചെയ്യും? റേഡിയസ് കൂടും അല്ലേ? കൂടണ്ടേ? KLM അങ്ങനെ ഹയർ n വാല്യൂസിലേക്ക് പോകുമ്പോൾ റേഡിയസ് കൂടുകയല്ലേ? റേഡിയസ് കൂടിയാണ് പോകുന്നത്. അപ്പോൾ അത് തന്നെയാണ് കാണിക്കുന്നത്. അതെങ്ങനെ മാറുന്നത്? n² പ്രപ്പോർഷണലായിട്ടാണ് മാറുന്നത്. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കേണ്ടത്. n² പ്രപ്പോർഷണൽ, r ഈസ് പ്രപ്പോർഷണൽ ടു n². വെലോസിറ്റിയായി, റേഡിയസായി. ഇനിയിപ്പോൾ എന്താ ഒരു പ്രധാനപ്പെട്ട കാര്യം വരിക? എനർജി. ഇലക്ട്രോണിൻ്റെ എനർജി എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു സാധനത്തിൻ്റെ എനർജി ചോദിച്ചാൽ 2 എനർജി അതിന് വരാം. കൈനറ്റിക് എനർജിയും വരാം, പൊട്ടൻഷ്യൽ എനർജി വരാം. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, കൈനറ്റിക് എനർജി എങ്ങനെയാണ് കിട്ടുന്നത്? ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ. വെലോസിറ്റി ഉണ്ടെങ്കിൽ കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എഴുതാൻ നോക്കുന്നത് ഇലക്ട്രോണിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ഉണ്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അല്ലേ? അപ്പോൾ വെലോസിറ്റി ഉള്ളതുകൊണ്ട് അതിന് എന്തുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്. പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? അത് തമ്മിൽ ഈ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് അല്ലേ? സോ ദർ വിൽ ബി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇനി ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക, എന്ത് ചെയ്യുക? ആഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിൻ്റെ ടോട്ടൽ എനർജിയിലേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് വേണ്ടുന്ന കൈനറ്റിക് എനർജി വേണം അല്ലേ? കൈനറ്റിക് എനർജി ഈസ് 12 mv².
അപ്പോൾ വെലോസിറ്റി നമുക്കറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ mv²/r=e²/4πε0r². ഏത് ഇക്വേഷനാണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോൺ ആൻഡ് ന്യൂക്ലിയസ്. അപ്പോൾ ആ ഇക്വേഷൻ എടുക്കുക. അതിൽ നിന്നും r ക്യാൻസൽ ആയിപ്പോയി, mv² കിട്ടും. e²/4πε0r എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് mv²ൻ്റെ എക്സ്പ്രഷൻ തന്നെ കിടക്കുകയാണ്. കൈനറ്റിക് എനർജിക്ക് എന്താ വേണ്ടുന്ന? ഹാഫ് mv². അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഹാഫ് കൂടെ വരും. അതാണ് കൈനറ്റിക് എനർജി. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ എനർജി വേണം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? 1/4πε ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി 1/4πε0 Q1 Q2/r. അപ്പോൾ Q1 എന്ന് പറയുന്നത് E, Q2 എന്ന് പറഞ്ഞാൽ -E/r -1/4πε0 e²/r എന്ന് കിട്ടും. എന്ത്? പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. രണ്ടിൻ്റെയും കൂടെ സമ്മാണ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എഴുതി, പൊട്ടൻഷ്യൽ എനർജിയുടെ എഴുതി. അപ്പോൾ നോക്കുക, ഈ വാല്യൂവിൻ്റെ ഹാഫ് മാത്രമേ ഉള്ളൂ ഇത്, അല്ലേ? അപ്പോൾ എങ്ങനെ കിട്ടും? -½ 1/4πε0 e²/r. അതായത് ഇത് 1 ആണെങ്കിൽ ഇത് അതിൻ്റെ പകുതി, ഹാഫേ ഉള്ളൂ. അപ്പോൾ 1 -1 അല്ല, -1 + ½ എത്ര കിട്ടും? -½ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ -½ വന്നിരിക്കുന്നത്. പിന്നെ ബാക്കി വരുന്നത് e²/4πε0r. ഇനി നമുക്ക് r-ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. n²/m നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. n²/m × h/2π c∞ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജസ്റ്റ് വേറെ ഒന്നുമില്ല, അതിൽ r-ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. r-ൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ബാക്കി സിംപ്ലിഫിക്കേഷനൊക്കെ നിങ്ങൾ തന്നെ നോക്കാം. -½ അവിടെ കിടപ്പുണ്ട്. mc ഇതാണ്ട് ഇവിടെ ഒരു c കൊണ്ട് മുകളിലും താഴെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. c കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ mc²α/n² പുറത്തെടുക്കാം. 1/4πε0 e²/hc കണ്ട് ഇവിടെ ഒരു c മൾട്ടിപ്ലൈ ചെയ്തില്ലേ, hc/2π. അപ്പോൾ എന്തിനാണ് ഈ ഫോമിലാക്കിയത്? ഇതെന്ന് പറയുന്നത് ആൽഫയാണ്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ c കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുന്നത്. അതിനെ ആൽഫയാക്കി. അപ്പോൾ കണ്ടോ, α², ഒരു ആൽഫ, രണ്ടാമത്തെ α². അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -½ mc²α²/n² എന്ന് കിട്ടും. ഇനി ഇതേപോലെ നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. ഇലക്ട്രോണിൻ്റെ എനർജിയാണ് എഴുതുന്നത്. ഇലക്ട്രോണിൻ്റെ മാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 9.1 × 10⁻31 kg. സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൽഫയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി വിൽ ഗെറ്റ് En is equal to -13.6/n² ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ എന്ത് ഓർബിറ്റിലെ ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിലാണ്. ഡു നോട്ട് കൺഫ്യൂസ് വിത്ത് അതർ ആറ്റംസ്. ഇത് എസ്പെഷ്യലി ഫോർ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിനാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബോർ ആറ്റം മോഡൽ കൃത്യമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഹൈഡ്രജൻ ആറ്റത്തിനെ മാത്രമാണ്. ഹയർ ആറ്റത്തിലേക്ക് പോകുമ്പം എറർ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹൈഡ്രജൻ ആറ്റത്തിനെ മാത്രമാണ്. അതിൽ പോലും പിന്നെയും പ്രശ്നങ്ങൾ, ഡ്രോബാക്സ് ഉണ്ട്. ബോർ ആറ്റം മോഡൽ ഈസ് നോട്ട് എൻറ്റയർലി കറക്റ്റ്. അത് ഒരുപാട് അതിലും ഡ്രോബാക്കുകളുണ്ട്. ഒരു ഏകദേശ രൂപം എന്ന് മാത്രം, അപ്രോക്സിമേറ്റ് മോഡലിന് മാത്രമേ നമുക്ക് ബോർ ആറ്റം മോഡലിനെയും പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പം വലിയ ആറ്റം, ഹെവി ആറ്റംസിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഡ്രോബാക്ക് വരുന്നുണ്ട്. ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ കുറേയൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളതിൻ്റെയാണ്, അതായത് എത്രയും സിമ്പിൾ, ഏറ്റവും സിമ്പിളായിട്ടുള്ള ആറ്റത്തിനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ഓർബിറ്റിൽ ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൽ എന്ത് കിട്ടുന്നു? -13.6/n² ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ n എന്ന് പറയുന്നത് എത്രാമത്തെ ഓർബിറ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, കാരണം ഇത് പ്രോബ്ലത്തിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിൻ്റെ എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാം, -13.6 ഇലക്ട്രോൺ വോൾട്ട്. സെക്കൻഡ് ഓർബിറ്റ് ആകുമ്പോൾ -13.6/2² എടുക്കണം, അല്ലേ? /4 ഇലക്ട്രോൺ വോൾട്ടാണ്. മറ്റേതോ തേർഡ് ഓർബിറ്റ് ആകുമ്പോഴോ -13.6/3² ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ഹയർ ഓർബിറ്റ്സിലേക്ക് പോകുമ്പോൾ എനർജി കുറഞ്ഞു വരും, അല്ലേ? ഏറ്റവും എനർജി കുറഞ്ഞു വരും എന്ന് വെച്ചാൽ ഈ വാല്യൂ ഒന്ന് ആലോചിക്കണം. നെഗറ്റീവ് വാല്യൂ ആണ് കുറയുന്നത്. അപ്പോൾ നെഗറ്റീവ്, ഇപ്പം -3 എന്ന് പറയുന്നത് അടുത്തത് പോകുമ്പം
ഈ വാല്യൂ കുറഞ്ഞു, അതായത് -1 ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു ന്യൂമറിക്കൽ കാണിക്കുകയാണ്. പക്ഷേ മൈനസും കൂടെ കിടക്കുന്നത് കൊണ്ട് ഈ വാല്യൂവിനേക്കാളും വലുതാണ് അല്ലേ. -1 ഈസ് ഗ്രേറ്റർ ദാൻ -3. അപ്പോൾ പറയുമ്പോൾ എങ്ങനെ പറയണം? ഹയർ ഓർബിറ്റ്സിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജി കൂടിക്കൂടി വരികയാണ്. പക്ഷേ ഈ വാല്യൂ ഉണ്ടല്ലോ, ഈ വാല്യൂ എന്ത് ചെയ്തു വരും? കുറഞ്ഞു വരും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ വാല്യൂ 3 1 ആയി മാറി. ഹയറിലേക്ക് പോയി n കൂടുമ്പം 3 എന്ന് പറയുന്ന 1 ആയി മാറി. അടുത്തത് പിന്നെയും ചെറുതാവും, 0 സംതിങ് അങ്ങനെ. അതായത് ഇപ്പോൾ ആദ്യം 5 ആയിരുന്നു, 3 ആയിരുന്നു, 1 അങ്ങനെ ഈ വാല്യൂ കുറഞ്ഞു വരും. പക്ഷെ അതിൻ്റെ കൂടെ എന്തുകൂടി ഉണ്ട്? ദർ ഇസ് എ മൈനസ് സൈൻ അല്ലേ. അപ്പോൾ മൈനസ് സൈൻ വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? -1 ഈസ് ഗ്രേറ്റർ ദാൻ -3 ഈസ് ഗ്രേറ്റർ ദാൻ -5. അപ്പോൾ ഹയർ ഓർബിറ്റ്സിലേക്ക് പോകുമ്പം എനർജി കൂടുകയാണ് അല്ലേ. ഈ വാല്യൂവിൻ്റെ കാര്യമാണ് 13.6/n² എന്ന വാല്യൂ കുറഞ്ഞ് വരും. മൈനസ് ഓഫ് 13.6/n². ആ മൊത്തം വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. n = 1 E1 -13.6 ഇലക്ട്രോൺ വോൾട്ട്, n = 2 E2 is -13.4 ഇലക്ട്രോൺ വോൾട്ട്, -3.4 ഇലക്ട്രോൺ വോൾട്ട്, n is equal to 3 E3 is -1.51 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, എനർജി സാധാരണ നിങ്ങൾ പഠിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഈ വാല്യൂവിനെ, ഈ കിട്ടിയിരിക്കുന്ന വാല്യൂവിനെ ഇൻറ്റു 1.6 × 10⁻⁻19 ചെയ്താൽ മതി. അതായത് ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ 1 വോൾട്ടിൽ കൂടെ ഒരു ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്താൽ അതിന് കിട്ടുന്ന എനർജിയാണ് 1 ഇലക്ട്രോൺ വോൾട്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു ഇലക്ട്രോണിനെ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ കൂടെ ആക്സിലറേറ്റ് ചെയ്യിക്കുകയാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ആക്സിലറേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അതിനകത്തൊരു ഫോഴ്സ് വരും, അപ്പോൾ അതിനെന്ത് കിട്ടും? ഒരു എനർജി കിട്ടും. അപ്പോൾ അതിന് 1 വോൾട്ടിലൂടെ ഒരു ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യിച്ചാൽ അതിന് കിട്ടുന്ന എനർജിയാണ് 1 ഇലക്ട്രോൺ വോൾട്ട്. അതിനെ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റു ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്? 1.6 × 10⁻⁻19 കൂളം. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം എന്താ? എനർജി ഈസ്, പൊട്ടൻഷ്യൽ എനർജി ഈസ് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ. ചാർജ് എന്ന് പറയുന്ന ഈയുടെ ചാർജ് 1.6 × 10⁻⁻19 നമ്മൾ 1 വോൾട്ട് വഴിയാണ് ചെയ്തത്. അപ്പോൾ ഇൻറ്റു 1. അപ്പോൾ മൊത്തം എത്ര കിട്ടും? 1.6 × 10⁻⁻19 ജൂളാണ് 1 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ആ രീതിയിൽ അതും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ കൺവേർഷനും കൂടെ ഒന്ന് ഓർത്തോണേ. ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഇലക്ട്രോൺ വോൾട്ട് മസ്റ്റ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് 1.6 × 10⁻⁻19 1.6 × 10⁻⁻19 ടു കൺവേർട്ട് ഇറ്റ് ടു ജൂൾ കേട്ടോ. തെറ്റിപ്പോവരുത്. അടുത്തത്, അപ്പോൾ നമ്മൾ ഈ കണ്ടത് എല്ലാ എനർജീസും എന്താണ്? നെഗറ്റീവായിട്ട് കിട്ടി. എന്താ ഈ നെഗറ്റീവ് എനർജിയുടെ ഇമ്പോർട്ടൻസ്? സിഗ്നിഫിക്കൻസ് ഓഫ് നെഗറ്റീവ് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ്. അപ്പോൾ ഫ്രീ ആയിട്ടൊരു പാർട്ടിക്കിൾ ആണെങ്കിൽ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് എനർജി ആയിരിക്കും. ഫ്രീ ആയിട്ട് എന്ത് സാധനവും കണ്ടെന്ന് വിചാരിച്ചു, ഫ്രീ ആയിട്ട് അതിന് നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എനർജി ഇറ്റ് മസ്റ്റ് ബി പോസിറ്റീവ്. അപ്പോൾ നമ്മളിവിടെ കിട്ടിയ ഇലക്ട്രോണിൻ്റെ എനർജി നെഗറ്റീവാണ്. അപ്പോൾ അതെന്തല്ല? ഫ്രീ അല്ല, ഇറ്റ് ഈസ് ബൗണ്ട്. അതാണ് അതിൻ്റെ മീനിങ്. നെഗറ്റീവ് എനർജി ഇംപ്ലൈസ് ഇലക്ട്രോൺ ഈസ് ബൗണ്ട് ടു ദ ന്യൂക്ലിയസ്. ഇനി എത്രത്തോളം നെഗറ്റീവ് എനർജി കൂടുന്നു അത്രത്തോളം ബൈൻഡിങ് എനർജി കൂടുതലായിരിക്കും. കണ്ടോ, En is equal to -13.6/n² ഇലക്ട്രോൺ വോൾട്ട് അല്ലേ. n കൂടുമ്പോൾ എന്ത് കൂടിക്കൊണ്ടിരിക്കും? ബൈൻഡിങ് എനർജി കുറഞ്ഞുകൊണ്ടിരിക്കും. കൂടെയല്ല, കുറഞ്ഞുകൊണ്ടിരിക്കും. n കൂടുമ്പോൾ ബൈൻഡിങ് എനർജി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇലക്ട്രോൺ ഇൻ ഫസ്റ്റ് ഓർബിറ്റ് ഹാസ് മാക്സിമം നെഗറ്റീവ് എനർജി. ബൈൻഡിങ് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ഫസ്റ്റ് ഓർബിറ്റ് ഈസ് മാക്സിമം. ഫസ്റ്റ് ഓർബിറ്റിലാണ് ബൈൻഡിങ് എനർജി മാക്സിമം. ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ഓഫ് ആൻ ആറ്റം ഈസ് ലീസ്റ്റ് ബൗണ്ട് ടു ദ ന്യൂക്ലിയസ്. ഏറ്റവും ബൈൻഡിങ് എനർജി കുറഞ്ഞത് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനായിരിക്കും. ടു റിലീസ് nth ഓർബിറ്റ് ഇലക്ട്രോൺ ഫ്രം ഹൈഡ്രജൻ ആറ്റം En is equal to +13.6 ഇലക്ട്രോൺ n/n² ഇലക്ട്രോൺ വോൾട്ട് എനർജി മസ്റ്റ് ബി സപ്ലൈഡ്. അപ്പോൾ nth ഓർബിറ്റിൽ നിന്നും ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ അതിൽ എത്ര ബൈൻഡിങ് എനർജി ഉണ്ട്? -13.6 ഇലക്ട്രോൺ/n² ഇലക്ട്രോൺ വോൾട്ടാണ് അതിലുള്ള ബൈൻഡിങ് എനർജി. അപ്പോൾ എത്ര എനർജി കൊടുത്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനെ
റിലീസ്, അതാണ് പ്ലസ് കൊടുത്തിരിക്കുന്നത്. അത്രയും എനർജി സപ്ലൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഹൈഡ്രജൻ സ്പെക്ട്രത്തെക്കുറിച്ചായിരിക്കും.